ഹായ് ഗൈസ്. അപ്പം എന്താ ഇപ്പോൾ ഒരു നിയമം വന്നിട്ടുണ്ട്. SLC ബുക്കും +2ൻ്റെ സർട്ടിഫിക്കറ്റുള്ള സംഭവങ്ങളൊന്നും ലാമിനേറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട്, നിയമം വന്നിട്ടുണ്ട്. അപ്പം ലാമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കീറിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ സാധനം ഇങ്ങനെ സൈഡിൽ നിർത്തി മുറിച്ചെടുക്കുമ്പോൾ ഈ പേപ്പറും കൂടെ ഈ ലാമിനേഷൻ്റെ കൂടെ പോരും. അപ്പം ഇന്ന് ഞാൻ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല ഗൈസ്, ബിക്കോസ് ഇതിൻ്റെ ടെൻഷനിലായിരുന്നു മൊത്തം ഞാൻ. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ എൻ്റെ SLC ബുക്കിൻ്റെ ലാമിനേഷൻ മൊത്തം കളഞ്ഞ് ചെറിയൊരു പശവശപ്പ് പോലെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. കാരണം ഈ സാധനത്തിനൂടെ ഉള്ളിൽ പശയുണ്ട് ഗൈസ്. അഥവാ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ SLC ബുക്കൊക്കെ ഉള്ളിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പശയും കൂടെ ഒട്ടിപ്പറിച്ച് പേപ്പറോട് കൂടിയേ പോരുക, പേപ്പർ രണ്ടായിട്ട് കീറും, അങ്ങനത്തെ അവസ്ഥയിൽ. അപ്പോൾ ഇത് അക്ഷയയിലെ ചേച്ചി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കീറി വരും. ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ഈ സൈഡൊക്കെ എൻ്റെ കീറിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ SLC ബുക്കിൻ്റെ സൈഡ് കുറച്ചൊക്കെ കീറിയിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഒട്ടും കേടില്ലാതെ എടുത്തു. പശയുണ്ട് ചെറുതായിട്ട്, അതായത് ഈ വെച്ച തുണീൻ്റെ മുകളിൽ നിന്ന് പശയൊക്കെ ആ തുണീൻ്റെ രോമങ്ങളൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അടുത്തത് +2ൻ്റെ സർട്ടിഫിക്കറ്റ്, ഇത് ഞാൻ ലാമിനേറ്റ് ചെയ്ത് ഇത് പുറത്തോട്ടെടുക്കാനുള്ള വഴി നോക്കുകയാണ് ഞാൻ. അപ്പോൾ ആദ്യം ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡില്ലേ കത്രിക വെച്ചിട്ട് ലാമിനേറ്റ് ചെയ്ത ഭാഗം പയ്യെ കീറിയെടുക്കുക. പേപ്പർ കൂടെ കീറാതെ സൂക്ഷിച്ച് വേണം മുറിച്ചെടുക്കാൻ. അപ്പം ആദ്യം എന്താ മോനെ നിനക്ക് മുറിഞ്ഞു വരാൻ ഇത്ര സങ്കടം? ഓക്കെ, അപ്പം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. എന്തുവാ ഇത്? പോരാ, അത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിന് സൈഡിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കണം. മൂലേന്നാക്കിയാലും നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്നേ നമുക്ക് കുത്തിയെടുക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഷാർപ്പുള്ള സാധനം വെച്ചിട്ട്. ആവേശം കൂടരുത് എന്നാണ് എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള അഭിപ്രായം. ബിക്കോസ് ആവേശം കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പേപ്പറും കൂടെ പറഞ്ഞു പോരും. അപ്പോൾ നല്ല സൂക്ഷിച്ച് വേണം ഈ സൈഡൊക്കെ മുറിച്ചെടുക്കാൻ. അപ്പോൾ കുറേ നേരം ഞാൻ എല്ലാ സൈഡും തമ്മിൽ മുറിക്കുന്നത് ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സ്പീഡ് കുറച്ചൊക്കെ കൂട്ടുന്നുള്ളൂ. അപ്പോൾ അത് മുറിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒന്നും കൂടെ ക്യാമറ അതിലേക്ക് മാത്രം പിടിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങളെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം വേണ്ടത് ഇസ്തിരിപ്പെട്ടി. ഇസ്തിരിപ്പെട്ടി നമ്മളിങ്ങനെ ചൂടാക്കി കൊടുക്കുക, ഒരു മൂലയിൽ നിന്ന് ചൂടാക്കി കൊടുക്കണം. നിങ്ങൾ ഈ പേപ്പർ കാണുന്നുണ്ടോ? ഈ മൂലയിൽ നിന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ പേപ്പർ ചെറുതായിട്ട് പോരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഇങ്ങനെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സ് വെച്ചിട്ട് എൻ്റെ ഉള്ളിലോട്ട് കയറ്റണം. അപ്പോൾ നമ്മൾ വിട്ട് വരുന്നുണ്ടോ നോക്കണം. വിട്ട് വരുന്നുണ്ടോ, അതായത് ഇങ്ങനെ പൊളന്നിങ്ങനെ വരും, നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ വിട്ട് വരുന്നത്. അവിടെ മാത്രം കയറ്റും, അല്ലെങ്കിൽ നമ്മൾ ഈ സൈഡിലെ പേപ്പർ മൊത്തം പോകും. അപ്പം നമുക്ക് ഇത്തിരി ഭാഗം ഞാൻ ചൂട് കയറ്റിയിട്ട് ഇവിടെ വിട്ട് വന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇവിടെ ആക്കിയത് കേട്ടോ. അപ്പം വിട്ട് വന്നു എന്ന് തോന്നുന്ന ഭാഗത്ത് നമ്മൾ ഒന്നും കൂടെ ഇങ്ങനെ കത്തി കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ചൂടാക്കുക. എന്നിട്ട് പിന്നെ പയ്യെ ഇങ്ങനെ, അപ്പോൾ കത്തി ഉള്ളിലോട്ട് പയ്യെ കയറിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേണം ചെയ്യാൻ, അല്ലെങ്കിൽ മൂഞ്ചിരിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയും വന്നു എൻ്റെ ഭാഗത്ത് പുറത്തോട്ടേക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ പയ്യെ ഇങ്ങനെ, ചിലതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു പോരും. പക്ഷെ അല്ലാത്തോടെ നമ്മൾ പരമാവധി കത്തിയും കൊണ്ട് തന്നെ, അല്ലെങ്കിൽ മൂർച്ച എന്തെങ്കിലും സാധനം കൊണ്ട് തന്നെ ഇങ്ങനെ നീക്കി കൊടുക്കാൻ നോക്കണം. അല്ലെങ്കിൽ 10ൻ്റെ എനിക്ക് ഇതിൽ ഉൾപ്പായിരുന്നു. +2ൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നശിച്ച പശയുണ്ട്, ഒരു സൈസ് പശയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ മൂഞ്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്തിരി ഇസ്തിരി കുറച്ച് തുറന്നു വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇസ്തിരി ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇസ്തിരീൻ്റെ കൂടെ തന്നെ ഇത് പയ്യെ വലിച്ചെടുക്കുക. കണ്ടില്ലേ, പശയാണ്. പശയെന്ന് ഇങ്ങനെ പറഞ്ഞു വന്ന് നിങ്ങൾക്ക് ആ പശ ഇങ്ങനെ കാണാൻ പറ്റുമോ ആ ഷീറ്റിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ പയ്യെ ഇസ്തിരിയുടെ കൂടെ പോരുന്നുണ്ട്. ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ എത്ര നേരം കൊണ്ടാണ് ഞാൻ കുറേ സത്യം പറഞ്ഞാൽ അടിച്ച് കളഞ്ഞു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവേണ്ടിക്കാൻ വേണ്ടി. അപ്പം നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്, വലിയൊരു കടമ്പ കഴിഞ്ഞു.